മെഴുകുതിരികൾ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ജ്വാലകളാൽ ഉരുകിത്തീരുന്ന മെഴുകുതിരികൾ. ജീവിച്ചിരിക്കുമ്പോൾ മുറിത്തിരികളാൽ അവൾ സേവനം നടത്തുകയും സഹനത്താൽ സ്വയം എരിഞ്ഞു തീരുകയും ചെയ്തു. മരണശേഷം അവൾക്ക് കിട്ടിയ ആദ്യ ഉപഹാരവും മെഴുകുതിരികളായിരുന്നു. കൊച്ചുകുട്ടികൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുമായി അവളിലേക്ക് ചെന്നു. ജീവിച്ചിരിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫലം നേടിത്തരികയും ചെയ്ത അൽഫോൺസാമ്മ മരണാനന്തരം തങ്ങളെ സഹായിക്കുമെന്ന് അവർ ദൃഢമായി വിശ്വസിച്ചു. അവർ ആ കല്ലറയിൽ മെഴുകുതിരി കൊളുത്തി അപേക്ഷിച്ചു. അൽഫോൺസാമ്മ, ഞങ്ങൾക്ക് ഒരു വീടുണ്ടാവണമേ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞുമാവി ഉണ്ടാവണമേ. എനിക്ക് അൽഫോൺസാമ്മിനെ കൂടുതൽ ഇഷ്ടം. കൊച്ചുകുട്ടികളുടെ കൊച്ചത്ഭുതങ്ങളിലൂടെയാണ് ഭരണജ്ഞാനം എന്ന ഗ്രാമം അവളെ ആദ്യം അറിഞ്ഞത്. പിന്നീട് കേരളവും ഭാരതവും ലോകമാകെയും അവളെ തേടി വന്നു. അവൾ അൽഫോൺസാമ്മ. സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും നിത്യസമ്മാനം നാഥനിൽ നിന്ന് പിടിച്ചു വാങ്ങിയവൾ. ഈ പ്രിയപ്പെട്ടവളെ നാഥൻ മഹത്വീകരിക്കുക തന്നെ ചെയ്തു. 2008 ഒക്ടോബർ 12 റോമിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് പോപ്പ് ബെനഡിക്ട് 16 അൽഫോൺസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഈ മണ്ണിൻ്റെ മകളായ അൽഫോൺസാമ്മ ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായതോടൊപ്പം തന്നെ ഗുണമാവുകാർ ക്രൈസ്തവരായ ആളുകൾ സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്, ഈ സുഹൃത്തിൽ പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഭാരതത്തിന് ലോകത്തിന് മുഴുവനും കിട്ടിയ വലിയ മാതൃക. ജീവിതത്തിൻ്റെ എളിയ സാഹചര്യങ്ങളിൽ പോലും ദൈവേഷ്ടത്തിന് തന്നെ കൈയാളിച്ചുകൊണ്ട് ജീവിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി കടന്നു വരുന്ന സഹനാനുഭവങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് വലിയ വിജയകാരണമായി തീരുകയാണെന്നും മഹത്വത്തിൽ അത് പൂർണ്ണമാകും എന്നുള്ള വലിയ സത്യം അൽഫോൺസാമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അന്നക്കുട്ടി എന്നായിരുന്നു അവളുടെ പേര്. കുടമാളൂർ ഇടവകയിൽ മുട്ടത്തുപാടത്തു പഴൂപ്പറമ്പിൽ ജോസഫിൻ്റെയും മേരിയുടെയും ഓമന മകൾ. അന്നക്കുട്ടി ജനിച്ച് കുറച്ചു ദിവസങ്ങളെ അമ്മ ജീവിച്ചിരുന്നുള്ളൂ. വെറും 3 മാസം മാത്രം അവൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ചു. അതുകൊണ്ടാവണം ചെറുപ്പത്തിലെ തന്നെ അവൾക്ക് എപ്പോഴും പലതരം രോഗങ്ങളായിരുന്നു. 8-ാം മാസം ജനിച്ച കുഞ്ഞിനെ 9-ാം ദിവസം കുടമാളൂർ സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ചക്കാലയിൽ ഔസേപ്പ് കത്തനാർ മാമോദിസ നൽകി. ഭക്തിയുടെയും ദൈവസ്നേഹത്തിൻ്റെയും വഴിയിലൂടെയായിരുന്നു അവളുടെ വളർച്ച. വൃദ്ധയായ വല്യമ്മച്ചി ചെറുപ്പം മുതലേ അവൾക്ക് പുണ്യവാന്മാരുടെയും പുണ്യവതിയുടെയും കഥകൾ പറഞ്ഞുകൊടുത്തിരുന്നു. വിശുദ്ധ ത്രേസ്യയുടെ പുണ്യസമൃദ്ധമായ ജീവിതകഥ അവൾ ആവർത്തിച്ചു കേട്ടു. പിന്നീട് ഒഴിവു ദിവസങ്ങളിലൊക്കെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്വയം വായിച്ചു തുടങ്ങി. ആർപ്പൂക്കര തൊണ്ണൻകുഴി സർക്കാർ സ്കൂളാണ് അന്നക്കുട്ടിയുടെ ആദ്യ വിദ്യാലയം. അക്കാലത്ത് അന്നക്കുട്ടിയുടെ അടുത്ത കൂട്ടുകാരി പോങ്ങവന ലക്ഷ്മിക്കുട്ടിയായിരുന്നു. ഒരു ദിവസം അവർ ഒരുമിച്ച് കടമ്പ കയറിയപ്പോൾ കൂടെ പഠിക്കുന്ന ഒരു ആൺകുട്ടി അന്നക്കുട്ടിയെ തള്ളിയിട്ടു. അന്നക്കുട്ടിയുടെ മുട്ടുപൊട്ടി ചോരയൊലിക്കുന്നത് കണ്ട് കൂട്ടുകാരി അവനോട് കയർത്തു. എന്നാൽ സാർ ആ കുട്ടിയെ അടിക്കുമെന്നും ഭയന്ന് ഈ വിവരം ആരോടും പറയേണ്ടെന്നാണ് അന്നക്കുട്ടി പറഞ്ഞത്. ഇന്ന് തൻ്റെ 100-ാമത്തെ വയസ്സിൽ വാർദ്ധക്യം ജീവിതത്തിലെ ഒട്ടുമിക്ക ഓർമ്മകളെയും മായ്ക്കുമ്പോഴും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അൽഫോൺസാമ്മയുടെ സ്നേഹസാമീപ്യം ഒരു അനുഗ്രഹം പോലെ ലക്ഷ്മിക്കുട്ടി അമ്മയെ പുണരാറുണ്ട്. നവംബർ 27 അവളുടെ 7-ാമത്തെ വയസ്സിൽ കുടമാളൂർ പള്ളിയിൽ വെച്ച് വികാരി ഉലക്കപ്പാടിയിൽ തോമാ കത്തനാരിൽ നിന്ന് അന്നക്കുട്ടി പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. 4-ാം ക്ലാസ് മുതൽ അന്നക്കുട്ടിയുടെ പഠനം മുട്ടുച്ചിറയിലെ മുരിക്കൻ കുടുംബത്തിൽ മാതൃസഹോദരിയായ അന്നമ്മയ്ക്കൊപ്പമായിരുന്നു. ഒരു നല്ല പെൺകുട്ടിയായി
ഉത്തമ കുടുംബിനിയായി അന്നക്കുട്ടി വളരണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അവളിൽ ഉന്നത സ്വഭാവ സംസ്കരണം നടത്താൻ കർശനമായ നിയന്ത്രണത്തിലാണ് അവളെ വളർത്തിയത്. അന്നക്കുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ തന്നെ അനുയോജ്യനും യോഗ്യനുമായ ഒരു യുവാവുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചു. എന്നാൽ തൻ്റെ ജീവിതം ദിവ്യ മണവാളിനു വേണ്ടി മാത്രം സമർപ്പിതമാണെന്ന് അവൾക്ക് തീർച്ചയുണ്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ കരഞ്ഞു പ്രാർത്ഥിച്ചതിനു ശേഷം മനസ്സമ്മതം നടക്കാതിരിക്കാൻ തീക്കനൽ പുകയുന്ന ചാരക്കൂനയിലേക്ക് കാൽവെച്ച് അതിൽ മുട്ടോളം താണു. ഈ നിശ്ചയദാർഢ്യത്തിനൊടുവിൽ കന്യാസ്ത്രീയാകാൻ നിശ്ചയിച്ച് സ്വപിതാവിനൊപ്പം ഭരണജ്ഞാനത്തെ ക്ലാരമഠത്തിലേക്ക് പുറപ്പെട്ടു. 1930 മെയ് മാസം 19 ഭരണജ്ഞാനം ഫെറോന പള്ളിയിൽ വെച്ച് അന്നത്തെ രൂപത അധ്യക്ഷനായിരുന്ന കാളാശ്ശേരിയിൽ ജെയിംസ് മെത്രാൻ ഈ കന്യകയ്ക്ക് സഭാവസ്ത്രം നൽകി. അതിൻ്റെ 3-ാം ദിവസം പഠനം തുടരാനായി ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി സ്കൂളിലേക്ക് പോയി. ശരീരത്തിൻ്റെ തുടർച്ചയായ രോഗവും പീഡകളും അവളെ അലോസരപ്പെടുത്തിയതേയില്ല. ഞാൻ അൽഫോൻസാമ്മയെ പരിചയപ്പെടുന്നത് അവിടെ ഹൈസ്കൂളിൽ പഠിക്കാൻ വേണ്ടി ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ദിവസമാണ്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ അൽഫോൻസാമ്മയോട് ചോദിച്ചു, അൽഫോൻസാമ്മ ഇന്നലെ പല്ലിന് വേദനയാണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനെ വാ പൊളിച്ച് ഇങ്ങനെ കാണിച്ചു വെച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, എൻ്റെ ഈ പല്ലിനായിരുന്നു വേദന. ഗബ്രിയേലമ്മ മരുന്ന് കൊണ്ടുവന്ന് വെച്ചത് ഇപ്പുറത്തെ പല്ലിന്. ആണ്ടേ പഴുത്ത് എറണാകുളമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ അവിടെ നോക്കി. ഞാൻ ഈ അമ്മയുടെ മുഖത്തോട്ടാണ് നോക്കുന്നത്. ഈ സംസാരവും ഈ മുഖത്തെ ആ ചൈതന്യമൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ മുഖത്ത് നോക്കി. അപ്പം ഞാൻ ഓർത്ത് ഒത്തിരി വേദന അനുഭവിക്കുന്ന ആളെങ്ങനെയാണ് ഇങ്ങനെ ചിരിച്ചു വർത്തമാനം പറയുന്നതെന്ന്. എല്ലാവരോടും അവൾക്ക് സ്നേഹമായിരുന്നു, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ. ശിശുസഹജമായ നൈർമല്യവും നിഷ്കളങ്കതയും അവൾ സ്വന്തം ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്തു. സ്കൂളിൽ നിന്നും ഒരു 9:30 മണിയോടുകൂടി എൻ്റെ മറന്നുപോയ പുസ്തകം ഏതാണ്ട് എടുക്കാൻ വേണ്ടി ബോർഡിങ്ങിലേക്ക് വരികയാണ്. ആ സമയത്ത് അൽഫോൻസാമ്മ തനിച്ച് ഉല്ലാസ സ്ഥലത്ത് ഇരുന്നുകൊണ്ടിട്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ അല്ലി തിരിച്ച് ഊതി വീർപ്പിച്ച് നെറ്റിയെ പൊട്ടിച്ച് രസിച്ചിരിക്കുക, കുഞ്ഞു പിള്ളേർ കാണിക്കുന്ന പോലെ. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്നാ അമ്മേ ഇങ്ങനെ കൊച്ചു പിള്ളേർ കാണിക്കുന്ന പോലെ ഈ ചെമ്പരത്തിപ്പൂ ഊതി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം നല്ല ചിരിച്ച് സന്തോഷമായ മുഖത്തോടുകൂടി പറയുകയാണ്, ഇന്നേ എൻ്റെ പേരിന് കാരണമായ വിശുദ്ധൻ്റെ അൽഫോൻസ് ലിഗോരിപ്പുണ്യൻ്റെ പെരുന്നാളാണ്. അതുകൊണ്ട് മദർ ഞങ്ങൾക്ക് 10 മണിക്രമം അനുവദിച്ചു. സാധാരണ ദിവസങ്ങളിൽ രാവിലെ കാപ്പി കൂടി കഴിഞ്ഞാൽ 9 മണി വരെ സംസാരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ നിയമമുള്ളൂ. അന്ന് ഈ അൽഫോൻസാമ്മയുടെ വിശുദ്ധൻ്റെ പെരുന്നാൾ പ്രമാണിച്ച് 10 മണി വരെ ഉല്ലാസക്രമം അനുവദിച്ചു. അതാണ് 10 മണിക്രമമെന്ന് അന്ന് നടത്തി പറഞ്ഞത്. അപ്പോൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോയി. അമ്മ എവിടെ ഇരുന്ന് പൊട്ടിക്കുന്നത്. അപ്പോഴും ആ കുഞ്ഞു കൊച്ചുങ്ങളുടെ ആ മുഖഭാവമാണ് അമ്മയുടെ മുഖത്ത് കാണാൻ സാധിച്ചത്. കാണുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലിരിക്കുന്നതും അതുതന്നെ. ഞങ്ങൾക്ക് ആദ്യത്തെ മടത്തി ചേരാനുള്ള ആദ്യത്തെ കാര്യം തലമുണ്ടിടുക എന്നുള്ളതാണ്. അപ്പോൾ ആ തലമുണ്ടിടുന്നതിൻ്റെ തലേ ദിവസം ഉർശിലാമ്മ, അന്നത്തെ മദറാണ്, മദർ എന്നെ വിളിച്ചേച്ച് അൽഫോൻസാമ്മയുടെ മുറിയുടെ അങ്ങോട്ട് വിളിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം അമ്മ അൽഫോൻസാമ്മയെ വിളിച്ചേച്ച് പറഞ്ഞു, അൽഫോൻസാ, ഈ കൊച്ചു നാളെ തലമുണ്ടിടാനുള്ളതല്ലേ, ഇതിന് വല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞു. ഉടനെ അമ്മ എന്നെ മുറിയിലേക്ക് വിളിച്ചു. ഞാൻ മുറിയിൽ ചെന്നു. ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞപ്പം എന്നോട് ചോദിച്ചു, പുതിയ പേര്, ഇപ്പം തലമുണ്ടിടുന്ന അന്നൊരു പുതിയ പേരെടുക്കും, പഴയ പേര് കളഞ്ഞിട്ട്. എന്നോട് ചോദിച്ചു, പുതിയ പേര് വല്ലതും തന്നെത്താൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊന്നും കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല. എന്നാലേ ആ രീതി ഇതാ, എന്നാലേ ഞാൻ ഒരു പേര് തരാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെങ്കിലേ ഞാൻ എടുക്കുകയുള്ളൂ. എൻ്റെ മേരി എന്നുള്ള പേര് കളയാതെ അതിനോട് ചേർത്തെടുക്കാവുന്ന പേരാണേലേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഗുരുവച്ചൻ്റെ പേരാ, ലൂയിസച്ചൻ എന്ന അച്ഛൻ്റെ പേര്. നമുക്കിവിടെ ലൂയിസാമ്മ ഉള്ളത് കൊണ്ട് ആ പേരെടുക്കണ്ട, പിന്നെ അലോഷ്യസ് എന്ന് എടുത്താൽ മതി. ലൂയിസും അലോഷ്യസും ഒരു പേരാ, ഒരാളുടെ പേരാ. അപ്പോൾ ഈ അലോഷ്യസ് എന്നുള്ള പേര് കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു.
ഞാൻ ആ പേരെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് എനിക്ക് അലോഷ്യസ് എന്നുള്ള പേര് കിട്ടിയത്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ ഏറെ അനുതപിച്ചിരുന്നൊരു മനസ്സ് അവൾക്കുണ്ടായിരുന്നു. അവൾ ഏറെ സംസാരിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തില്ല. ലുബ്ധൻ പണം ചെലവാക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ നാം വാക്കുകൾ ഉപയോഗിക്കണം എന്നവൾ കരുതി. എന്നാൽ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്നതിൽ അവൾ ലുബ്ധ കാട്ടിയില്ല. ഞാൻ അൽഫോൻസാമ്മയെ വിളിക്കുന്നത് മറ്റേ കുഞ്ഞമ്മയെന്നും എൻ്റെ അപ്പൻ്റെ പെങ്ങൾ ഗബ്രിയേലമ്മയെ വിളിക്കുന്നത് കുഞ്ഞമ്മയുമെന്നാണ്. ഒരു പ്രാവശ്യം അൽഫോൻസാമ്മയെ കാണാൻ വന്നപ്പോൾ അൽഫോൻസാമ്മ ഞാൻ വരുമ്പോഴൊക്കെ അമ്മച്ചിയും കുഞ്ഞമ്മയും കൂടെ വർത്തമാനം പറയുമ്പോൾ ഞാൻ മറ്റേ കുഞ്ഞമ്മയുടെ അടുത്ത് കട്ടിലയിൽ ഇങ്ങനെ ഇരിക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ആ ഇരിപ്പ്. എന്നെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിക്കൈയിൽ 2 സമ്മാനങ്ങൾ തന്നത് പച്ചയായ ഓർമ്മയാണത്. ഞാൻ ഈ 2 സമ്മാനങ്ങളുമായിട്ട് കുഞ്ഞമ്മയൊന്ന് എനിക്കൊരു കടലാസ് പടം തന്നു, എൻ്റെ മറ്റേ കുഞ്ഞമ്മ എനിക്കിത് 2ഉം തന്നു. എന്നിട്ട് ഞാൻ വീടിൻ്റെ മുൻവശത്തെ നട കയറുമ്പോൾ എൻ്റെ വല്യപ്പച്ചനെ വിളിച്ചോണ്ട് അപ്പാ ഇത് കണ്ടോ, എന്നാ പറഞ്ഞാലും ശരി കുഞ്ഞമ്മയെക്കാളും പ്രിയമുള്ളത് മറ്റേ കുഞ്ഞമ്മയ്ക്കാണ്. അതെന്നാ മോളെ അങ്ങനെ പറയുന്ന ഉടനെ ഞാൻ പറഞ്ഞു, കണ്ടോ അപ്പാപ്പൻ ഇങ്ങനെ മുമ്പിലത്തെ കട്ടിലയിലിരിക്കുകയായിരുന്നു തിരുനാലെ. ഞാൻ ഓടി ചെന്ന് അപ്പാപ്പൻ്റെ മടിയിലോട്ട് ചാരി ഇരുന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ മറ്റേ കുഞ്ഞമ്മ എനിക്ക് ഈ ചങ്കുവെന്തിങ്ങവും തന്നു, കടലാസ് പടവും തന്നു. കുഞ്ഞമ്മ എനിക്ക് ഈ കടലാസ് പടം മാത്രം തന്നു, മറ്റേ കുഞ്ഞമ്മയ്ക്കല്ലേ പാപ്പ പ്രിയം കൂടുതൽ. ഉടനെ അപ്പാപ്പൻ എന്നോട് പറയുക, അതിന് ഞാനൊരു കാര്യം പറയാം കൊച്ചേ, നീ ഈ ചങ്കുവെന്തി മറ്റേ കുഞ്ഞമ്മ തന്ന സമ്മാനം എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്, ഞാൻ സൂക്ഷിച്ച് വെക്കാം. കുഞ്ഞമ്മ തന്നത് നീ കൊണ്ടുപോക്കോ. ഞാൻ പറഞ്ഞു വേണ്ട, കളിപ്പീരൊന്നും നടക്കുകയില്ല. കുഞ്ഞമ്മ തന്നത് വേണമെങ്കിൽ തന്നേക്കാം, പക്ഷേ മറ്റേ കുഞ്ഞമ്മ തന്നത് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു നടന്നു. ക്ലാസ്സിൽ കൊണ്ടുപോയി പിള്ളേരെ എല്ലാം കാണിച്ച് പിള്ളേരൊക്കെ കഴുത്തയിലും ഒക്കെ ഇട്ട് ഞാനും കഴുത്തയിലിട്ട് കൊണ്ട് നടന്ന് അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അത് ഉപയോഗം ഇല്ലാത്തവണ്ണം അത് പഞ്ചറാക്കി കളഞ്ഞു. അവൾ എളിമയിൽ ജീവിച്ചു. എന്നാൽ സഹനവും ത്യാഗവുമാകുന്ന കല്ലുകളാൽ സ്വർഗത്തിൽ മാളികകൾ പണിയുകയും ചെയ്തു. സ്വയം സ്നേഹത്തിനും പരിഹാരത്തിനും ബലിയായി. എന്നാൽ കാണുന്നവർക്കെല്ലാം തന്നോടാണ് അമ്മയ്ക്ക് ഏറ്റവും സ്നേഹമെന്ന് തോന്നിപ്പിക്കുന്ന ഹൃദയവർജ്ജത നിലനിർത്തി. എനിക്ക് 11 വയസ്സും അൽഫോൻസാമ്മയ്ക്ക് 35 വയസ്സുമുള്ളപ്പോഴാണ് ഞാൻ അൽഫോൻസാമ്മയെ പരിചയപ്പെടുന്നത്. ഞാൻ ഈ സ്കൂളിൽ ഡേ സ്കൂളറായിരുന്നു. എൻ്റെ കുഞ്ഞമ്മ അൽഫോൻസാമ്മയുടെ കൂട്ടുകാരിയായ സെലസ്റ്റിനാമ്മയായിരുന്നു. സ്കൂളിൽ നിന്ന് വയറുന്നു പോകണമെന്ന് പറഞ്ഞ് മടിയുണ്ട് ഞാൻ മടത്തി കയറി ചെല്ലുമ്പം എൻ്റെ കുഞ്ഞമ്മ അൽഫോൻസ ഇത് ഈ പെട്ടിപ്പുറത്തിരുന്നോട്ടെന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നു. ആ സമയത്ത് എനിക്ക് അൽഫോൻസാമ്മയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല സുന്ദരിയായ ഒരു നല്ല അമ്മ, എന്നോട് ഒത്തിരി ഇഷ്ടമുള്ള അമ്മ. സെലസ്റ്റിനാമ്മ പറഞ്ഞില്ലേ പെണ്ണമ്മയുടെ പേര് കൊച്ചുത്രേസ്യ എന്നാണെന്ന്, കൊച്ചുത്രേസ്യ പുണ്യതുപോലെ ആകണം കേട്ടോ എന്നൊക്കെ പറയുമ്പം എനിക്കൊത്തിരി സ്നേഹമായിരുന്നു. അൽഫോൻസാമ്മയോട് ആരൊക്കെ വർത്തമാനം പറഞ്ഞു അവർക്കൊക്കെ തോന്നും എന്നോട് നല്ല ഇഷ്ടമുണ്ട് ഒരമ്മയായതെന്ന്. അന്ന് മഠത്തിൽ കുശിനിക്കാരിയായിരുന്ന മേരിച്ചെടുത്തിക്ക് ഇന്ന് 93 വയസ്സായെങ്കിലും ഓർമ്മകൾക്ക് എന്ത് തെളിച്ചമാണ്. ഭക്ഷണം തീരെ കുറച്ച് ഭക്ഷണം, ഇച്ചിരി ശകലം ഭക്ഷണമേ കഴിക്കുള്ളായിരുന്നു. എല്ലോടത്തെ കഞ്ഞി, ഒരു ശകലം പൊടിയിരിക്കഞ്ഞി, ശകലം ഇച്ചിരി സമ്മന്തിയോ കറിയോ എന്നാലും പൈസ കൂട്ടി വേറെ ഒന്നും വാങ്ങിയ കാര്യമായിട്ടുള്ള ഭക്ഷണം ഒന്നും കഴിക്കാല്ല. എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥനയായിരുന്നു. കുഞ്ഞു പിള്ളേരെ കണ്ടാൽ പറഞ്ഞ് കുഞ്ഞു പിള്ളേരോടും പറയും നല്ലപോലെ പഠിക്കണം കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് വന്ന് കുഞ്ഞു പിള്ളേരോടും പറയുമായിരുന്നു. കുഞ്ഞു പിള്ളേരൊക്കെ കണ്ടാൽ വളരെ സന്തോഷത്തോടെയുള്ള പെരുമാറ്റവും നല്ല നോട്ടവും നല്ല സ്നേഹവുമായിട്ട് പിള്ളേരെല്ലാം പുറത്ത് ജനലിലേക്ക് വന്ന് അൽഫോൻസാമ്മേ എന്ന് പറഞ്ഞാൽ വിളിക്കും. പുഞ്ചിരി ഒരു തിരിവട്ടമാണ്. സങ്കടപ്പെടുത്തുന്നവരുടെ മുഖത്ത് നോക്കി അമ്മ കരുണയോടെ പുഞ്ചിരിക്കും. ഈ സാന്ത്വനം തേടി എത്രയോ ജനങ്ങൾ ജാതിമതഭേദ്യമന്യേ ഈ കല്ലറയിലെത്തുന്നു. ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് വരിക. ഇവിടെ ഇതൊക്കെ കേട്ട് അൽഫോൻസാമ്മയുടെ ഇതൊക്കെ കേട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഞങ്ങൾ വന്നത്. ആദ്യമായിട്ട് വരികയാണ്. ഞങ്ങളെല്ലാവരും സംഘമായിട്ട് കൂട്ടമായിട്ട് വന്നത്, ഒരു വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരുമായിട്ട് വന്നതാണ്. ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അത് നടത്തി തരുമെന്നുള്ള വിശ്വാസത്തിൽ വന്നതാണ് ഞങ്ങൾ. ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോയിൽ നിന്നാണ്. ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ്. അപ്പം അൽഫോൻസാമ്മയുടെ ധാരാളം അത്ഭുതങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്.
ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് അൽഫോൻസാമ്മയോട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതനുസരിച്ച് വന്നതാണ്. പിന്നെ എനിക്ക് ചിലവും ഇതൊക്കെ ഉണ്ട്, പ്രാർത്ഥന അപേക്ഷകളൊക്കെ ഉണ്ട്. അതൊക്കെ സാധിച്ചു തരാനായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അൽഫോൻസാമ്മയെക്കുറിച്ച് ആദ്യമൊന്നും എനിക്ക് അത്ര കാര്യമായിട്ട് അറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പല പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴാണ് സഹനത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ സഹനത്തിൻ്റെ ജീവിതം സ്വന്തം ജീവിതത്തിലൂടെ അല്പം മനസ്സിലാക്കുവാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ചപ്പോൾ അത് വളരെ വിലയുള്ളതാണെന്നും ഈ ലോക ജീവിതത്തിൽ നാം എന്തെല്ലാം നേടിയാലും അത് എല്ലാം നിലനിൽക്കാത്തതും എന്നാൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും അത് ലോകത്തിൻ്റെ മുമ്പിൽ കാണുകയും തെളിക്കുകയും ചെയ്ത ഒരു വലിയ അനുഭവമായിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. ലണ്ടനിൽ നിന്ന് ഞാനിങ്ങ് പോരുമ്പോൾ ഞാൻ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞ് ഞാൻ ഇന്ത്യക്ക് കേരളത്തിന് പോവുകയാണെന്നും സിസ്റ്റർ അൽഫോൻസാമ്മയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷുകാരി പുള്ളിക്കാരി വീട്ടിൽ ചെന്ന് പുള്ളിക്കാരിയുടെ പെറ്റീഷൻസും ഫാമിലി ഫോട്ടോയും 3-4 ടവലും കബറടത്തെങ്കിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു കൊണ്ടുവെല്ലാം പറഞ്ഞ് തരികയും പുള്ളിക്കാരി ഒരു ഡൊണേഷൻ ഞങ്ങൾക്ക് കയ്യിൽ തന്നു വിടുകയും ചെയ്തു. ജീവിതം അവൾക്കൊരു സ്നേഹബലിയായിരുന്നു. ചെറുതും വലുതുമായ ധാരാളം കുരിശുകൾ അവൾക്ക് ശക്തി പകർന്നു. സഹനത്തിന്റെ ശയ്യയിൽ നിശബ്ദവും അനുസ്യൂതവുമായ ബലി. ഒടുവിൽ ആ തീക്കനലിൽ നേറി ബലി പൂർത്തിയാകാറായി. പാരവശ്യത്തിന്റെ കൊടും യാതനകൾ ആരംഭിക്കുകയും ആത്മാവിന്റെ അന്ധകാരം അവളെ ആവരണം ചെയ്യുകയും ചെയ്തു. മരണം വിദൂരമല്ല എന്ന് തോന്നിയപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ബലി പൂർത്തിയായി. ദിവ്യനാഥൻ വിളിക്കുമ്പോൾ ആരുമറിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. മരിക്കുന്നതിൻ്റെ തലയാഴ്ചയിൽ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ തിണ്ണവഴി നടന്നപ്പോഴത്തേക്കും തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ നിൽക്കുന്നു. ഉടനെ ഒരു സിസ്റ്റർ അവിടെ മരിക്കാറായി കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും കുറച്ചുമ്പോൾ ഇങ്ങനെ ഭിത്തിയെ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്ന് ചെന്നിച്ച് പറഞ്ഞു, വേറൊരു സിസ്റ്ററിനോട് ചോദിച്ചു, ലുസിയാമ്മ ഈ പൂക്കളൊക്കെ ആര് കൊണ്ടുപോകും? ഉടനെ ലുസിയാമ്മ പറഞ്ഞു, ഈ പൂക്കളൊക്കെ ആരും കൊണ്ട് ഇത്ര സംശയമല്ല, നമ്മളെ സീതാമ്മ കൊണ്ടുപോകുന്നു. അപ്പം മരിക്കാറായി കിടക്കുന്ന സിസ്റ്റർ സീതാമ്മ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അൽഫോൻസാമ്മ പറഞ്ഞു, ഇത് ഞാൻ സീതാമ്മയ്ക്ക് കൊടുക്കുകയല്ല, ഈ പൂക്കളൊക്കെ ഞാൻ തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു. എന്നെ അൽഫോൻസ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ അമ്മയുള്ള സത്യമാണ് പറഞ്ഞു, ഈ പൂക്കൾ ഒറ്റ എണ്ണം പോലും ഞാൻ ആർക്കും കൊടുക്കാല്ല, ഇതെല്ലാം ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞു. അതുപോലെ തന്നെ കൊച്ചമ്മ മരിച്ച് പൂക്കളെല്ലാം കൊച്ചമ്മ കൊണ്ടുപോകും. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ ക്രിസ്തീയ സഹനശാസ്ത്രത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ കുറിച്ചു. ദുസ്സഹമായ വേദനയിൽ പൊളയുമ്പോഴും സഹോദരി എന്തു ചെയ്യുകയാണെന്ന് ചോദിച്ചവരോട് നിലാവ് പോലൊരു പുഞ്ചിരിയോടെ ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് പറഞ്ഞ അൽഫോൻസാമ്മ ഈ സഹനശാസ്ത്രത്തെ സ്നേഹശാസ്ത്രമാക്കി മാറ്റി. ക്രിസ്തുവിൻ്റെ കുരിശിലെ സഹനമാണ് സ്നേഹത്തിൻ്റെ സാക്ഷാത്കാരം. അവസാന ശ്വാസത്തിൽ പോലും ശത്രുക്കൾക്ക് മാപ്പ് നൽകുകയും സ്നേഹം വിളംബരം ചെയ്യുകയും ചെയ്യുന്ന കുരിശിൻ്റെ തത്വശാസ്ത്രം. അതുകൊണ്ടാണ് ലൗകിക സുഖങ്ങൾ കൈപ്പായി പകർത്തണമേ എന്ന് അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചത്. സഹനം അതിൽ തന്നെ പുണ്യമല്ല, നന്മയുമല്ല. എന്നാൽ സഹനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനുള്ള കഴിവ്, ദൈവകൃപ അൽഫോൻസാമ്മയ്ക്ക് ലഭിച്ചു. അതുകൊണ്ട് അൽഫോൻസാമ്മ മനസ്സിലാക്കിയത് സഹനം ദുരിതമല്ല, ദുഃഖമല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അവിടുത്തെ സ്നേഹ സാന്നിധ്യമാണ്. അതുകൊണ്ട് ശാരീരികമായ രോഗത്തിൻ്റെ അവസരങ്ങളിലും മാനസിക ക്ലേശങ്ങളിലുമെല്ലാം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം അൽഫോൻസാമ്മയ്ക്കുണ്ടായിരുന്നു. അവളെ അടുത്തറിഞ്ഞവരെല്ലാം
അവൾ ഒരു വിശുദ്ധയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. GTC ഒക്കെ കഴിഞ്ഞ് ഞാൻ ഭരണങ്ങാനത്ത് വന്ന് ഉടുപ്പിട്ട് കഴിഞ്ഞ് ഈ സിസ്റ്ററായതിനു ശേഷം ചാപ്പലിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ മുൻവശത്തെ ബെഞ്ചിലാണ് നിൽക്കുന്നത്. അൽഫോൻസാമ്മ മുമ്പിൽ ക്രാസിയുടെ അടുക്ക് കുർബാന കൈക്കൊണ്ടേച്ച് കൈയൊക്കെ കൂട്ടിപ്പിടിച്ച് വരുമ്പോൾ ആ മുഖത്ത് ഞാൻ പലപ്പോഴും നോക്കി നിൽക്കും. ഈ ഒരു ദിവസം ഇങ്ങനെ നോക്കി നിന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നലാണോ എന്തോ, ഈ അൽഫോൻസാമ്മ തീർച്ചയായിട്ടും വിശുദ്ധയായിട്ട് പേര് വിളിക്കും. അങ്ങനെ പേര് വിളിക്കുമ്പം കൊച്ചു ത്രേസ്യ പുണ്യവതിയെ ജീവിതകാലത്ത് കണ്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടല്ലേ കണക്കാക്കുന്നത്. അതുപോലെ ഈ അമ്മയെ വിശുദ്ധയായിട്ട് പേര് വിളിച്ച് കഴിയുമ്പോൾ എനിക്കും പറയണം ഈ അമ്മയെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അത്രയ്ക്കും മനോഹരമായ ഒരു മുഖഭാവത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഇങ്ങോട്ട് പോരുന്നത്. അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ദിവസം പ്രത്യേകം ഇതെൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്. അൽഫോൻസാമ്മ പറയുമായിരുന്നു, ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന വെട്ടിയിലെയും വട്ടയിലെയും ചീഞ്ഞ് ചീഞ്ഞ് ചെടിക്ക് വളമായി തീരും. അപ്പോൾ ചെടിയിൽ നല്ല പുഷ്പങ്ങളുണ്ടാകും. പൂക്കൾ കണ്ട് എല്ലാവരും സന്തോഷിക്കും. എന്നാൽ വളമായി തീർന്ന വെട്ടിയിലയുടെയും വട്ടയിലയുടെയും കാര്യങ്ങൾ ആരു വിചാരിക്കുന്നു? എനിക്കെന്നും വളമായി കിടന്നാൽ മതി. സഹനത്തിൻ്റെയും പ്രത്യാശയുടെയും ഈ പെരുന്നാളിൽ അൽഫോൻസാമ്മയുടെ ഓർമ്മ നമുക്കും പ്രത്യാശയേകുന്നു.